ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പെഷ്യൽ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് അതുപോലെ തന്നെ നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മുടെ വിശപ്പും ക്ഷീണവും അതുപോലെ തന്നെ ദാഹമൊക്കെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നല്ല ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നമുക്ക് പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യലായിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ നിറച്ചും കോൺഫ്ലോർ ഈ കപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പാലും കൂടി വെച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പാലിലേക്ക് ഇടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയൊക്കെ കെട്ടിക്കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ നമ്മുടെ ഈ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺഫ്ലോറൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ. പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണ് നിറച്ചും കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് അത്യാവശ്യം മധുരം വേണം കേട്ടോ. നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് നല്ല തന്നെ തിളപ്പിച്ചെടുക്കണം, അതുപോലെ വറ്റിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കുടിക്കുന്ന ടൈപ്പാണെങ്കിൽ അത്യാവശ്യം പിന്നെ ലൂസായിട്ട് തന്നെ ഇത് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് കോരി കഴിക്കുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ഇതിലെ പിന്നെ കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. എന്നാലും നമുക്കതിൻ്റെ പച്ചച്ചവയൊക്കെ പോയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിട്ട് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് പിന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഉറുമാമ്പഴം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ വേണ്ടത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയും അതുപോലെ തന്നെ പഴമാണ് കേട്ടോ, ചെറുപഴമാണ്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വത്തക്കയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് വേണോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാം, അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ അത്യാവശ്യത്തിന് മധുരം വേണം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും കൂടി ആകുമ്പോൾ നല്ലൊരു മധുരമായിരിക്കും. നമ്മൾ ഏകദേശം എന്താ പറയുക ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലായിരിക്കും നമുക്കിത് കഴിക്കുക. ഇതിലേക്ക് വേണ്ടത് നമ്മൾ കസ്കസാണ്. അതൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കല്ല നമുക്ക് വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഡ്രിങ്കാണ്. നമ്മൾ നോമ്പ് സമയത്തൊക്കെ ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ലൊരു കിടിലൻ ഡ്രിങ്കാണ്. അങ്ങനെ നമ്മുടെ ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കില്ലേ, അപ്പോൾ അതൊന്നും കൂടി കട്ടിയാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത്, ലൂസായിട്ടാണെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ കിടിലൻ ഡ്രിങ്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.